നമസ്കാരം. ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും മാമ്പഴം കഴിക്കുന്നവരാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. മാമ്പഴം കൃത്രിമമായി പഴുപ്പിച്ചതാണോ എന്നെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. വാങ്ങുന്ന മാമ്പഴങ്ങൾ സ്വാഭാവികമായും പഴുത്തതാണോ അതോ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ചതാണോ എന്ന് തിരിച്ചറിയേണ്ടത് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. വെള്ളത്തിൽ മുക്കി നോക്കാം ആദ്യം നമുക്ക് ചെയ്യേണ്ടത്. ഏറ്റവും ലളിതമായ പരിശോധനയാണിത്. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് മാങ്ങ അതിലിടുക. സ്വാഭാവികമായി പഴുത്ത മാങ്ങയാണെങ്കിൽ അത് വെള്ളത്തിൽ താഴ്ന്നു പോകും. രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ചതാണെങ്കിൽ മാങ്ങ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. രണ്ടാമത് നമുക്ക് നിറം നോക്കി മനസ്സിലാക്കാം. മാമ്പഴത്തിൻ്റെ പുറംതൊലിയിലെ നിറം നോക്കി ഇത് തിരിച്ചറിയാം. കൃത്രിമമായി പഴുപ്പിച്ച മാങ്ങകളിൽ പലപ്പോഴും പച്ച നിറത്തിലുള്ള പാടുകൾ കാണാം. എന്നാൽ ഉള്ളിൽ പഴുത്തതായും തോന്നും. സ്വാഭാവികമായി പഴുത്ത മാങ്ങയ്ക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ നിറവ്യത്യാസം ഉണ്ടാകും. അടുത്ത നമ്മൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് തൊട്ടു നോക്കാം. മാങ്ങ കൈകൊണ്ടൊന്ന് അമർത്തി നോക്കുക. സ്വാഭാവികമായി പഴുത്ത മാങ്ങകൾ മൃദുവായതും എന്നാൽ ഉറപ്പുള്ളതുമായിരിക്കും. രാസവസ്തുക്കൾ ഉപയോഗിച്ചവ ചില ഭാഗങ്ങളിൽ മാത്രം അമിതമായി മൃദുവായതോ അല്ലെങ്കിൽ അസ്വാഭാവികമായി രീതിയിൽ കടുപ്പമുള്ളതോ ആയി അനുഭവപ്പെടാം. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രുചിയും മണവും. സ്വാഭാവികമായി പഴുത്ത മാങ്ങയ്ക്ക് നല്ല സുഗന്ധമുണ്ടാകും. എന്നാൽ കൃത്രിമമായി പഴുപ്പിച്ചവയ്ക്ക് മണം വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ നേരിയ രാസഗന്ധമുണ്ടാകാം. അതുപോലെ ഇവ കഴിക്കുമ്പോൾ വായിൽ ചെറിയ പുകച്ചിലോ തരിപ്പോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് രാസവസ്തുക്കളുടെ സാന്നിധ്യം മൂലമാകാം. നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് നീര് കുറവായിരിക്കും. സ്വാഭാവികമായി പഴുത്ത മാങ്ങ മുറിക്കുമ്പോൾ അതിൽ ധാരാളം നീരുണ്ടാകും. എന്നാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചവയിൽ നീര് വളരെ കുറവായിരിക്കാനാണ് സാധ്യത. എന്തുകൊണ്ട് കൃത്രിമമായി പഴുപ്പിക്കുന്നത് അപകടകരമാണ്? പലപ്പോഴും കാൽസ്യം കാർബൈഡ് എന്ന നിരോധിത രാസവസ്തുവാണ് മാങ്ങ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് അസറ്റിലീൻ എന്ന വാതകം പുറത്തുവിടുന്നു. ഇതിൻ്റെ ഉപയോഗം തലകറക്കം, ഛർദി, ദഹന പ്രശ്നങ്ങൾ, ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം. അപ്പോൾ നമുക്ക് മാങ്ങ ഇങ്ങനെ നോക്കിയൊക്കെ തിരിച്ചറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ മാങ്ങ വാങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് വാങ്ങുക. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.